സംസ്ഥാന മന്ത്രിസഭയെ ഒരു നോക്ക് കാണാൻ കാത്തിരുന്ന കൊല്ലം പ്രശാന്തി ഗാർഡൻസിലെ ജനക്കൂട്ടത്തിന് മുന്നിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും എത്തിയപ്പോൾ ഉയർന്നത് വൻ ഖരഘോഷവും ഉച്ചത്തിലുള്ള മുദ്രാവാക്യങ്ങളും. ഇതിനിടെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്റ്റേജിന്റെ ഇടതുഭാഗത്തു നിന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിച്ചൊരു മുദ്രാവാക്യം ഉയർന്നു. കണ്ണേ കരളെ കുഞ്ഞൂഞ്ഞെ. ഒരു നിമിഷം സ്തബ്ധരായി നിന്ന ജനത്തിന് പിന്നീടാണ് കാര്യം മനസ്സിലായത്. ഇംഗ്ലോ വിളികൾക്ക് പിന്നാലെ ആരോ ഉയർത്തിയ മുദ്രാവാക്യത്തിൽ നേതാവിന്റെ പേര് മാറിപ്പോയതാണ് സംഭവം. ആള് മാറിയെന്ന് വ്യക്തമായതോടെ മുദ്രാവാക്യം വിളി പൊടുന്നനെ അവസാനിച്ചു. പ്രിയ സഖാവ് പിണറായിക്ക് അഭിവാദ്യമർപ്പിച്ച കുട്ടി നേതാക്കളും ഈ അമളിക്ക് പിന്നാലെ നിശബ്ദരായി. സംഭവിച്ച നാക്കുപിഴ അധികമാർ കേട്ടില്ലെന്ന ആശ്വാസത്തിൽ അവർ അരങ്ങൊഴിഞ്ഞതോടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ആരംഭിക്കുകയായിരുന്നു. പിണറായിയുടെ നവകേരള സദസ്സ് തുടങ്ങിയത് മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സമൂഹത്തിൻ്റെ നാനാ കോണുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. പലരെയും അടിച്ചമർത്താനും പ്രതിഷേധിക്കുന്നവർക്കെതിരെ കേസെടുക്കാനുമൊക്കെ മുഖ്യനും സഖാക്കളും തുനിഞ്ഞിറങ്ങുമ്പോൾ പ്രതിഷേധം കനക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ട പ്രതിഷേധം അതാ പിണറായി സർക്കാരിനോടുള്ള ജനദ്രോഹ പരിപാടികൾക്കും നടപടികൾക്കും എതിരെയുള്ള കർശനമായ നിലപാട് വ്യക്തമാക്കൽ തന്നെയാണ്. നവകേരള സദസ്സ് തിരുവനന്തപുരത്തേക്ക് കടന്നതോടെയാണ് പ്രതിഷേധം കടുപ്പിക്കാൻ യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും തീരുമാനിച്ചത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുന്നിൽ നിന്ന് നയിച്ച യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അരങ്ങേറിയ സമരപരിപാടികൾ പിണറായിയെയും സഖാക്കളെയും തെല്ലൊന്നുമല്ല ഞെട്ടിപ്പിച്ചത്. സമരം കടുപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയാണ് ആക്രമണ സംഭവങ്ങൾക്ക് പിന്നിലെന്ന് യൂത്ത് കോൺഗ്രസും ആരോപിക്കുന്നുണ്ട്. കല്യാശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പൂച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും അടിച്ചപ്പോൾ അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ അക്രമമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ വലിയ അക്രമ പരമ്പരയിലേക്ക് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത് ഇതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ളത്. എന്തായാലും നവകേരള സദസ്സ് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രയോജനവും കിട്ടിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നിട്ടും ധൂർത്തിന് ഒരു കുറവുമില്ല. പെൻഷൻ വിതരണം ഒരു മാസത്തേക്ക് മാറ്റിക്കൊണ്ട് വീണ്ടും ധൂർത്തിലേക്ക് തന്നെയാണ് സർക്കാർ കടക്കുന്നത്. അതിനിടയിൽ തന്നെയാണ് മുൻ മുഖ്യമന്ത്രിയും ജനനായകനുമായ ഉമ്മൻചാണ്ടിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പിണറായിക്ക് മുന്നിൽ തന്നെ ജയ്വിളികൾ ഉയരുന്നത്. ഇത് പിണറായിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്.